അന്നേരമാണ് ഫിറോസ ഇങ്ങനെ വിളിച്ച് പറയുന്നത്, പിന്നെ 350 പേരുടെ ഭക്ഷണമെങ്കിലും ഒരുക്കണമെന്ന്. ഒരു 350 പേരുടെ ഭക്ഷണം ഉണ്ടാക്കണ രൂപ എത്രയാകും? ഞാൻ വിഷമിച്ചപ്പോഴത്തേക്കും നിങ്ങൾ വിഷമിക്കണ്ട, അതിനുള്ള പൈസ മിമിക് ആർട്ടിസ്റ്റ് സംഘടന കൊണ്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സാധുജി എന്ന് പറഞ്ഞാൽ അതും പുള്ളി ഈ സംഘടനയിലുള്ള ആളാണ്, ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളി എന്നോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ടോ കേട്ടോ, 1,00,000 രൂപ അവർ കൊണ്ടുവരുന്നുണ്ട്, അവിടെ നിങ്ങളത് ഒരു 350 പേര് കാണുമെങ്കിൽ നിങ്ങൾ വെച്ചാൽ 350 അല്ല 400 പേരിൽ 400 അല്ല അതിലും കൂടുതൽ ഒരുപാട് ആളുണ്ടായിരുന്നു നമ്മൾ വിളിച്ചത്. എന്നാൽ ഞങ്ങളൊട്ട് ആൾക്കാരെ അങ്ങനെ അധികം വിളിച്ചില്ല. കാരണം നമ്മൾ ദൂരെയുള്ള ബന്ധുക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിയന്ത്രിക്കാൻ ഇതിനുള്ള അന്നേരത്തെ ആ ഒരു മാനസികാവസ്ഥയല്ല, പൈസയും കുറവാണ്. അതുകൊണ്ട് ആ 1,00,000 രൂപ അതുപോലെ തന്നെ ചെലവാക്കി. അപ്പം നോക്കിക്കോ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട് ഇങ്ങനെ ഇത് അത് പറയാതിരിക്കും. ഇതൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു, ഇതൊന്നും ഞാൻ പറയുകയല്ല, പറയുന്ന വ്യക്തിയല്ലായിരുന്നു. പക്ഷെ ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും സത്യം എന്താണെന്ന് ലോകം അറിയണം. അതുപോലെ വീടിന്റെ അവസ്ഥ വന്ന് കാണട്ടെ എല്ലാവരും. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോയത്. ഇന്നുകൊണ്ട് ആരെയും